മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ പ്രാക്ടീസൊക്കെ ഇല്ലേ, യോഗ, ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസിൻ്റെയൊക്കെ പിന്നാലെ ആളുകൾ കൂടുതലും ഫോളോ ചെയ്ത് പോകാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാനൊരു കാന്തം അല്ലെ മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ പണം അട്രാക്ട് ചെയ്യുന്ന ഒരു മാഗ്നറ്റായിട്ട് മാറി. അപ്പോൾ എന്ത് ചെയ്യും? പണത്തിനെ അട്രാക്ട് ചെയ്യും. ഹെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാന്തമായിട്ട് മാറിയ ഹെൽത്ത് അട്രാക്ട് ചെയ്യും. സന്തോഷത്തെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാന്തമായിട്ട് മാറിയ സന്തോഷത്തെ അട്രാക്ട് ചെയ്യും. ലവ് അട്രാക്ട് ചെയ്യുന്ന ഒരു കാന്തമായിട്ട് മാറിയ ലവ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ആദ്യം എന്താ വേണ്ടേ? നമ്മൾ ഈ അട്രാക്ട് ചെയ്യാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുൻപ് വേണ്ടത് നമ്മൾ ഈ കാന്തമായിട്ട് മാറുക എന്നുള്ളതാണ്. ആ കാന്തമായിട്ട് മാറുക, ഈ മാഗ്നറ്റ് ആവാനുള്ള ഒരു പ്രോസസ്സാണ് ഇതിലെല്ലാം നടക്കുന്നത്. നമ്മളെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ക്ലെൻസിങ് പ്രോസസ്സാണ് നടക്കുന്നത്. നമ്മൾ എനർജീനെ, ഓറേനെ, വൈബ്രേഷനെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നത്. ഈ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ വൈബ്രേഷൻസ് എന്തിനു മാച്ചാവും? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാച്ചായിട്ട് മാറും. നമ്മളിപ്പോൾ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കും, ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും, നമുക്കെന്താ കുറേ പണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. ഇങ്ങനെ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എങ്ങനെയുള്ള വീട് വേണം, ജോലി കിട്ടുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും, ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യും, എൻ്റെ ശരീരവും ഹെൽത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും, എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും, എൻ്റെ വീട് എങ്ങനെയായിരിക്കും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ എങ്ങനെയായിരിക്കും, ഞാൻ സംസാരിക്കുന്ന രീതി എങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒരു ക്ലാരിറ്റി വേണം. എനിക്ക് എന്ത് ജോലിയാണ് വേണ്ടത്, എവിടെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു ക്ലിയറായ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ സെൽഫായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? നമ്മൾ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന പ്രോസസ്സാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അവെയർ ആക്കാനും പഠിപ്പിക്കാനും നമ്മൾ അതിൽ ആ ഒരു ക്ലെൻസിങ് വൈബ്രേഷൻസും എനർജീസൊക്കെ ഒന്ന് മാറ്റി നമ്മളിതൊക്കെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ലോജിക്കൽ ആൾക്കാരും ഉണ്ട്, ഇമോഷണൽ ആൾക്കാരും ഉണ്ട്. ഈ ലോജിക്കൽ ആൾക്കാർ എന്ത് പറയും? ഞാൻ പണിയെടുത്താൽ എനിക്ക് പൈസ കിട്ടും, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇമോഷണൽ ആൾക്കാരാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നത്. അവരെന്ത് ചെയ്യും? അവരെ തോട്ട്സിൽ, ഇമോഷൻസിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവർക്ക് കുറേ അടിയൊക്കെ വരുന്ന സമയത്ത് അവരെ ലൈഫിൽ നിന്ന് കുറേ കാര്യം ലേൺ ചെയ്ത് പഠിക്കും. റിയാലിറ്റിയിൽ ലോജിക്കലി അവർ പറയുന്ന കാര്യങ്ങളില്ല, ആക്ഷൻ എന്ന് പറയുന്നത് വേണം. അതിന് ബേസിക്കായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമോഷണൽ ആൾക്കാർ പറയുന്ന പോലെ നമ്മളെ തോട്ട്സിൽ വർക്ക് ചെയ്യണം. ഈ തോട്ട്സ് എന്ന് പറയുന്നതാണ് എനർജി ഫ്ലോ ചെയ്യുന്ന ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ തോട്ട്സ് എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ റിയാലിറ്റി ഉണ്ടാകുന്നത്. നമ്മൾ എന്തിനേയും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. നമ്മളെ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ആ ചിന്തകൾ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ഒന്ന് കണ്ണടച്ചിരുന്ന് ഞാൻ എന്താ ചിന്തിക്കുന്നത്, ഞാൻ നെഗറ്റീവാണോ ചിന്തിക്കുന്നത്, മറ്റൊരാളെ പറ്റി കുറ്റമാണോ ചിന്തിക്കുന്നത്, നല്ലതാണോ ചിന്തിക്കുന്നത്, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം എന്നാണോ ചിന്തിക്കുന്നത്, എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എനിക്ക് ക്ലാരിറ്റി ഉണ്ടോ? ഇങ്ങനെ ഒരു നമുക്ക് എന്ന് പറഞ്ഞ് നമ്മളൊരു മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യുമ്പം നമ്മളൊരു ഇന്നർ സെൽഫിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് നമ്മളെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മളെ ജീവിതത്തെ പറ്റി തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ എനർജി അതുപോലെ ചേഞ്ചായി മാറുക. ആ ചേഞ്ചസിനനുസരിച്ചാണ് നമ്മൾ റിയാലിറ്റി ഹാപ്പൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കാനും ഈ ഒരു എന്താ പറയുക, ഇതൊക്കെ റിയലാണ്, ഈ എനർജി എന്ന് പറയുന്നത് റിയലാണ്. നമ്മൾ ലോജിക്കലായിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് അവരിങ്ങനെ വർക്ക് ചെയ്ത് അതിൻ്റെ പിന്നിൽ പോകും. അപ്പം ഈ ഇമോഷണലി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൊക്കെ ബിലീവ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? വീട്ടിലിരുന്ന് അവരിൽ തന്നെ വർക്ക് ചെയ്ത് ഓപ്പർച്യൂണിറ്റീസ്, ബ്ലെസ്സിങ്സ്, പിന്നെ അവരുടെ അവസരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനുള്ള പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്യണം? ഇത് അട്രാക്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യണം. അത് വേണ്ട എന്നല്ല പറയുന്നത്, ആക്ഷൻ എന്ന് പറയും. ആ ആക്ഷൻ കൂടിയേ തീരുള്ളൂ. അത് നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് ആ വർക്ക് ചെയ്യാനും പറ്റും. അപ്പോഴാണ് നമ്മളെ ലൈഫ് ചേഞ്ചായി മാറുന്നത്.